ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സൺഡേ, അതായത് ഇന്നലെ സൺഡേയിലെ ലഞ്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആഫ്റ്റർ ലഞ്ചിന് ശേഷമുള്ള വിശേഷം, ഡിന്നർ വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കുറച്ച് കിച്ചൺ വിശേഷങ്ങൾ കണ്ടാലോ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ കിച്ചണിലെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് ഷെയർ ചെയ്തു. അപ്പോൾ കിച്ചൺ വിശേഷങ്ങൾ ഒരുപാട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്തു, വീഡിയോ എൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒന്ന് എൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇന്നലത്തെ സൺഡേ സ്പെഷ്യൽ എൻ്റെ 1-2 റെസിപ്പീസും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ലഞ്ച് വിളമ്പലും കഴിക്കലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും നമ്മുടെ ഡിന്നർ വിശേഷങ്ങൾ വരെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത്, ഞാൻ കിളിമീൻ പൊരിച്ചു, അതുപോലെ തന്നെ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടി, പിന്നെ ചീരത്തോരൻ, ചോറ്, അങ്ങനെയുള്ള കുറച്ച് ടേസ്റ്റി ഡിഷസൊക്കെ ഞാൻ സൺഡേ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നമുക്ക് സൺഡേ ബാക്കി റെസിപ്പി എന്ന് പറയുന്നത്, ഞാൻ പിന്നെ പപ്പടം പൊരിച്ചു, അതിനുശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മോര് കാച്ചിയതും കൂടി ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇക്കാടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോര് കാച്ചിയതാണ്. അപ്പോൾ എനിക്ക് ആദ്യ സമയത്ത് ഇക്കാടെ ഈ രീതിയിലുള്ള മോര് കാച്ചിയത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നീട് അത് ഇക്ക പറഞ്ഞ് തന്ന് അങ്ങനെ ഞാനിത് ഇപ്പോൾ ഇക്ക ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇത് റെഡിയാക്കാൻ തുടങ്ങി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. കടുകിലേക്ക് വെളുത്തുള്ളിയും സവോളയും അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ നമ്മുടെ കട്ട തൈര് ഒന്നടിച്ചെടുക്കും. ഒരു 2-3 സെക്കൻഡ്സ് നമ്മുടെ മിക്സിയിൽ കട്ട തൈര് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കാച്ചിയത് റെഡിയായി. പിന്നെ പപ്പടവും കൂടെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സൺഡേ സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചോറിന് ചമ്മന്തിപ്പൊടി, അച്ചാറും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ ഒരു തോരനും പിന്നെ ഒരു ഫ്രൈയും പിന്നെ ഒരു ഒഴിച്ചു കറിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഉച്ചയൂണാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ബിരിയാണി വെക്കാറുണ്ട്, നെയ്ച്ചോറ് വെക്കാറുണ്ട്, മന്തി വെക്കാറുണ്ട്, ഫ്രൈഡ് റൈസ്, എല്ലാ ഐറ്റംസും മാറി വെക്കാറുണ്ട്. എങ്കിൽ പോലും കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉച്ചയൂണിന് ഏറ്റവും കൂടുതൽ നാടൻ ചോറും കറികളും തന്നെയായിരിക്കും. ഞാൻ കറികളെന്നും മാറ്റി വെക്കാനായിട്ട് നോക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ എനിക്കെന്ന് വെച്ചാൽ സാറാക്കി ഇപ്പോൾ അവൾ നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ കൂട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോൾ വെജിറ്റബിൾസ് വെക്കാനും അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുങ്ങൾക്ക് നമ്മൾ കുഞ്ഞിലേ മുതൽ പച്ചക്കറികൾ, അതായത് ഇലവർഗ്ഗങ്ങൾ, പാവയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, എന്തിനു പറയുന്നു, നമ്മുടെ കപ്പ, അതുപോലെ തന്നെ കാച്ചിൽ, ചേന, ചേമ്പ്, ഈ എല്ലാ സാധനവും നമ്മുടെ മക്കളെ നമ്മൾ കൊച്ചിലെ മുതൽ കൊടുത്ത് ശീലിപ്പിക്കണം. ഓരോന്നിനും അതിൻ്റേതായ ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂം എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചിലെ മുതൽ ഇതൊക്കെ കൊടുത്ത് മോൾഡ് ചെയ്തെടുക്കുക. അല്ലാതെ എൻ്റെ കൊച്ച് അത് കഴിക്കുന്നില്ല, എൻ്റെ കൊച്ച് ഇത് കഴിക്കുന്നില്ല എന്ന് അവർ വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അമ്മമാർ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അവർക്ക് കൊടുക്കേണ്ട സമയത്ത്, അതായത് കൊടുക്കേണ്ട സമയം എന്ന് പറയുമ്പോൾ ഒരു 1-1.5 വയസ്സ് മുതൽ, അതായത് അവർ ചോറ് കഴിക്കുന്ന സമയം തൊട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചോറിൽ ഞെരടിയും അതുപോലെ തന്നെ ഒക്കെ കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു 2 വയസ്സോട് കൂടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അത് പാവയ്ക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, പാവയ്ക്കായോ കപ്പയോ കിഴങ്ങോ കാച്ചിലോ എല്ലാം ശീലിപ്പിക്കണം. എൻ്റെ സാറാനെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അമ്മോളെ എല്ലാം
എല്ലാ ആഹാരവും കഴിച്ച്. എന്നാൽ ഇടയ്ക്ക് അവൾക്ക് പിസ്സ, ബർഗർ, KFC, അതായത് ജങ്ക് ഫുഡും അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാടൻ ഫുഡ്, അതൊക്കെ ജങ്ക് ഫുഡൊക്കെ നമ്മളൊരു ലിമിറ്റ് വിട്ട് ചെയ്യാറില്ല. അതെല്ലാം ചെയ്യേണ്ട അളവിൽ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ നാടൻ ചോറും കറിയും നാടൻ കറികളും നമ്മുടെ നാടൻ എല്ലാ സാധനങ്ങളും അവൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കായിട്ട് എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ട. നമുക്ക് വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് ആ ആഹാരം അവൾ കഴിച്ചോളും. അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും മുരിങ്ങയില അവൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ചീരക്കറി വളരെ ടേസ്റ്റായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അവൾ ഇലയാണ്, ഇലവർഗ്ഗമാണ്, പാവയ്ക്കാണ്, കോവയ്ക്കാണ് എന്നും പറഞ്ഞ് ഒന്നും മാറ്റി വെക്കാറില്ല. അത് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് അതാണ്, നമ്മുടെ കൊച്ചുങ്ങളെ മാക്സിമം ചെറുപ്പത്തിലേ തൊട്ട് നമ്മളെല്ലാം കഴിപ്പിച്ച് ശീലിപ്പിക്കുക. അങ്ങനെയാവുമ്പോൾ അവർക്ക് പച്ചക്കറിയാണോ മീനാണോ ഇറച്ചിയാണോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിച്ച് വ്യത്യാസം ഉണ്ടാവില്ല. അവരെല്ലാം ആസ്വദിച്ച് കഴിച്ചോളും. പിന്നെ എല്ലാം ലിമിറ്റ് ചെയ്ത് കൊടുക്കുക. പിള്ളേർ നന്നായിട്ട് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിച്ചു വാരി കൊടുക്കാതെ അവർക്ക് ലിമിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യത്തിനുള്ള ആഹാരം മാത്രം അവർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സാറാണെങ്കിലും ഒരളവിൽ കൂടുതൽ ഞാൻ ആഹാരം കൊടുക്കാറില്ല. എനിക്ക് അവളുടെ ഒരു പാകം അറിയാം. അവൾക്ക് വയറ് നിറഞ്ഞു എന്ന് കാണുമ്പോൾ ഞാൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആഹാരം കൊടുക്കാറില്ല. കാരണം കുട്ടികളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കൊച്ചിലെ മുതൽ കൊച്ചുങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പോവുക. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ എൻ്റെ കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വർത്താനം പറഞ്ഞു പോയ കൂട്ടത്തിൽ അറിഞ്ഞില്ല. സാറാമോക്കുള്ള ചോറും കറിയായിരുന്നു. അത് അവൾക്ക് മോര് കാച്ചിയതും പപ്പടവും ഒരു മീൻ പൊരിച്ചതും അതുപോലെ തന്നെ തോരനും, ചീരത്തോരനും. പിന്നെ എൻ്റെ കൊച്ചിതാ ചോറൊക്കെ കഴിച്ച് നല്ല മിടുക്കിയായിട്ട് അവൾ പഠിക്കാനിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് എഴുതാനും പിടിക്കാനും വരയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ഹോം വർക്ക്സ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അവൾക്ക് ഹോം വർക്കുണ്ട്. അപ്പം 1 to 5 ആണ് അവളുടെ ഹോം വർക്ക്. അപ്പോൾ അവളെ കൊച്ചിനെ പഠിക്കാനൊക്കെ ഇരുത്തി, ഹോം വർക്കൊക്കെ ചെയ്യിപ്പിക്കാനിരുത്തി. അപ്പോൾ അവളുടെ കൂടെ ഞാൻ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം അവളുടെ ഹോം വർക്കൊക്കെ കഴിഞ്ഞു. അത് അവൾ ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം ഒരു റിവിഷൻ എന്ന് പറയുന്ന റിവിഷൻ എന്നോളം ഞാൻ അവൾക്ക് നമ്പേഴ്സ് 1 2 3 4 5 എന്ന് പറഞ്ഞ് അവളുടെ റഫായിട്ടുള്ള ഒരു ഡയറിയിൽ ഞാൻ അവൾക്ക് എഴുതി കൊടുത്തു. അത് നോക്കി എഴുതാൻ പറഞ്ഞ് ഞാൻ അവളെ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം അവളുടെ ഹോം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി സാറയുടെ മിസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നാളെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് നോട്ട്സും ടെക്സ്റ്റും ഒക്കെ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നോക്കി ഓരോന്നായിട്ട് എടുത്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ സാറയുടെ പഠിത്തം കഴിഞ്ഞ് നമ്മൾ ഓവറാക്കുന്നില്ല. കൊച്ചിനെ കുറച്ച് നേരം പഠിപ്പിച്ചേച്ച് അങ്ങ് എണീപ്പിച്ച് വിടും. കാരണം ഒന്നും ഓവറാവരുതല്ലോ. ഓവറായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഠിത്തത്തിനോട് മടുപ്പ് തോന്നും. അപ്പോൾ ഈവനിങ് ടൈം ആയപ്പോഴത്തേനും നമ്മുടെ ടീ ടൈം ആയപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ലഞ്ചെന്ന് പറയുന്നത് അത്യാവശ്യം കുക്കിംഗ് എനിക്കിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഈ അടുക്കളയിൽ തന്നെ അങ്ങനെ കിടക്കാനായിട്ടൊന്നും എനിക്ക് പറ്റില്ല. അപ്പം ലഞ്ച് അത്യാവശ്യം ഹെവി ആണെങ്കിൽ ഞാൻ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലൈറ്റാക്കും. അതേസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ഹെവി ആണെങ്കിൽ ഞങ്ങളുടെ ലഞ്ചും ഡിന്നറും ലൈറ്റാകും. അപ്പോൾ ഡിന്നർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ലഞ്ചൊക്കെ ഇച്ചിരി ലൈറ്റാക്കും. അങ്ങനെയാണ്. അപ്പം ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ട് കൊച്ചിലേ മുതൽ ഞാൻ അങ്ങനെയാണ്. കാര്യങ്ങളൊക്കെ കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം എന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി അലസത ഇത് ഒന്നും വലിയ താല്പര്യമില്ല. അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യമാണേലും ഇക്കയുടെ കാര്യമാണേലും നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ വൈകുന്നേരം ടീ ടൈം ആയപ്പോഴത്തേനും ഞാൻ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്നാക്സും കാര്യങ്ങളും എല്ലാം ചായക്ക് വേണ്ടിയിട്ട് എടുത്ത് ടേബിളിൽ വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് കടിഞ്ചായ ഇടുകയാണ്. അപ്പോൾ കുറച്ച് തേയിലപ്പൊടിയൊക്കെ ഇട്ട് ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള അപ്പം നമ്മുടെ ചായ തിളക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. സാറാക്ക് ഞാൻ ഇതൊന്നും കൊടുക്കാറില്ല. അവൾക്ക് രാവിലെ ഒരു ഗ്ലാസ് പാല്, അതേ ഉള്ളൂ. വൈകുന്നേരം പിന്നെ അവൾ സ്നാക്സൊക്കെ കഴിച്ചോട്ടെ. പക്ഷേ നമ്മൾ കടിച്ചായും കട്ടൻ കാപ്പിയൊന്നും കൊച്ചിനിപ്പോൾ കൊടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഗ്ലാസ് കടിഞ്ചായ എടുത്തിട്ടുണ്ട്. പിന്നെ കുറിക്കാനായിട്ട്, അതായത് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ണിയപ്പവും അതുപോലെ തന്നെ പിന്നെന്താ ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബനാന കേക്ക്, പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് എനിക്കിപ്പം വിട്ടുപോയി കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അച്ചപ്പത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്.
ചായ കുടിച്ച് സ്നാക്സും കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. കാരണം ഉച്ചയ്ക്ക് അത്യാവശ്യം കുക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു ബ്രേക്ക് എടുക്കുകയാണ്. എനിക്കിനി വയ്യ. അതുകൊണ്ട് കരിയും പൊരിയും വീക്കെൻഡായിട്ടും പൊരിക്കലും കരിക്കലും ഒന്നിനും ഞാനില്ല. കാരണം ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യും, പക്ഷേ റിലാക്സ് ചെയ്ത് ഒരു ബേർഡൻ ആക്കാനായിട്ട്, കുക്കിംഗ് ഒരു ബേർഡൻ ആക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കുക്കിംഗ് മതി എന്ന് തോന്നിടത്ത് വെച്ച് ഞാൻ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കുക, കടിഞ്ചായ കുടിക്കുകയാണ്. പയ്യെ കടിഞ്ചായയും സ്നാക്സും ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈവനിങ് ടീ ടൈം വിശേഷങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മുടെ ലഞ്ചും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇപ്പോൾ ഇതാ നമ്മുടെ ഈവനിങ് ആയപ്പോൾ നമ്മുടെ ചായയും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ കാണിച്ചു. ഇനി ഡിന്നറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസം മന്തി റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സംസം മന്തിയിൽ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ സഹറാക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അവിടുത്തെ മന്തി റൈസ്, ചിക്കനൊന്നും അധികം കഴിക്കത്തില്ല, പക്ഷേ അവിടുത്തെ റൈസ് എന്ന് പറയുന്നത് സഹറാക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ വളരെ കുറച്ച് ബാക്കി ഉള്ളെങ്കിൽ പോലും അവൾ പാഴ്സൽ എടുപ്പിച്ചായിരുന്നു, എന്നിട്ട് വീട്ടിൽ വന്ന് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിന്നറിന് സഹറായ്ക്ക് ആ മന്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ കൊച്ചിന് വേണ്ടി, അവൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷേ അവൾ ആ ചിക്കൻ പീസ് കഴിക്കില്ല, അതിലത്തെ റൈസ് അവൾ കഴിക്കും. അപ്പോൾ അവൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഇനിയും വെച്ചാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നത് ചൂടാക്കി സാറായ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പാഴ്സൽ എടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല, നമ്മളിത് എടുക്കത്തില്ലായിരുന്നു, നമ്മൾ വിട്ടതായിരുന്നു. പക്ഷേ സാറ സമ്മതിക്കുന്നില്ല. സാറ പറഞ്ഞു അത് എടുക്കണം, എനിക്കത് വേണം, എനിക്കത് വീട്ടിൽ പോയി കഴിക്കണം എന്ന് പറഞ്ഞ് സാറയുടെ നിർബന്ധപ്രകാരം, ശരിക്കും പറഞ്ഞാൽ ഒരു പിടിയേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ സാറയുടെ നിർബന്ധപ്രകാരമാണ് നമ്മളിത് പാഴ്സലിലേക്ക് മാറ്റിയത്. അപ്പോൾ പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ മന്തി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മധുബൂത്ത് റൈസ് എന്ന് പറഞ്ഞിട്ട്, മധുബൂത്ത് ഒരു ഓറഞ്ച് കളർ റൈസ് ഉണ്ട്, ഒരു ഫ്ലേവർഫുൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സാറയുടെ മന്തി ചൂടാക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി പരിപ്പ് കറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയുമാണ്. അപ്പോൾ ചപ്പാത്തിയുടെ മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചു ചപ്പാത്തിയും പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും ആക്കിയാലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ലഞ്ചിൻ്റെ കുക്കിംഗ് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ എനിക്കിന്ന് മൊത്തത്തിലെല്ലാം മടിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ ഫ്രൈ ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാൻ ഞാനങ്ങ് സ്കിപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്കിപ്പ് ചെയ്യാനൊരു കാരണമുണ്ട്. ഇക്ക പറഞ്ഞു ഇക്കാക്ക് ചപ്പാത്തിയും പരിപ്പ് കറിയും മാത്രം മതിയെന്ന്, ഇനിയിപ്പോൾ ഫ്രൈകളായിട്ട് ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാം എന്നുള്ള നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്തു. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിനൊക്കെ എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ഒരു കാര്യവും ഞാൻ അപ്പോഴത്തേനുള്ളത് അപ്പം നടക്കാം അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം എനിക്ക് അതിനോടൊട്ടും താല്പര്യമില്ല. അന്നെന്നുള്ളത് അന്നന്ന് കഴിച്ചു കൂട്ടാം, നാളെയുള്ളത് നാളെ തീരുമാനിക്കും, അങ്ങനെയല്ല. ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, കൊച്ചിനെ 6 മണിക്ക് വിടണം, ഇക്കാനെ 7 മണിക്ക് വിടണം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും. ടൈമെന്ന് പറയുന്നത് നല്ല വിലയുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇക്ക ഓഫീസിൽ പോകുന്നത്, സാറ സ്കൂളിൽ പോകുന്നതുകൊണ്ടൊക്കെ നമ്മുടെ ടൈമെന്ന് പറയുന്നത് ഒരു ഭയങ്കര, അപ്പോൾ പറയുക അതും ഒന്ന് ഞാൻ പ്രീ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ആകെ മൊത്തം ഹറിബറി ആയിരിക്കും. അങ്ങനെ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചപ്പാത്തി ചുട്ടി കാസ്ട്രോളിലേക്ക് മാറ്റി നമ്മളൊരു പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം പൊരിച്ച ഒരു 3-4 ഫിഷ് ഫ്രൈ ഈ ഫ്രിഡ്ജിലിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ചിക്കാക്കും ചിക്കൻ ഫ്രൈകളൊന്നും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ആ ഫിഷ് ഫ്രൈ എനിക്കെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് ജസ്റ്റ് പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്.
അപ്പോൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ല, കാരണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ചിക്കൻ ഇന്ന് ഫ്രൈ ചെയ്യാൻ വിചാരിച്ച് കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പ്ലാൻ അങ്ങ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ചിക്കൻ വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ കയറ്റി. അപ്പോൾ ഈ ഫിഷ് ഫ്രൈയും കൂട്ടി ഇക്കാക്ക് ചപ്പാത്തിയും പരിപ്പ് കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കോംബോ സെലക്ട് ചെയ്തത്. പക്ഷേ എനിക്കിതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പൊരിച്ചതോ കരിച്ചതോ ഇല്ലെങ്കിൽ കുറച്ച് മടിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് തലേന്നത്തെ മീൻ പൊരിച്ചതെടുത്ത് ചൂടാക്കി അതിൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിന്നർ വിശേഷങ്ങൾ. പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ. അപ്പം നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടല വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇപ്പം ഇടുകയാണ്. അപ്പോൾ എന്താണ്, അടുത്ത ദിവസത്തേന് എൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് വെള്ളയപ്പവും കടലക്കറിയുമാണ്. അപ്പോൾ പിറ്റേ ദിവസം ഇത് സൺഡേ നൈറ്റാണ്. അപ്പോൾ മൺഡേ ഏർലി മോർണിംഗ് സാറാമ്മക്ക് പോകണം, ഇക്കാക്കും വെളുപ്പിനെ 7 മണിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടും പഴവും എടുക്കാമെന്ന് വിചാരിച്ചു. ഡിന്നറിന് പുട്ടും കടലയും അല്ലെങ്കിൽ വെള്ളയപ്പവും കടലയും, അത് എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ചെയ്യാം, പ്ലാനിങ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാനിടുകയാണ്. എൻ്റെ കയ്യിൽ വെള്ളയപ്പത്തിൻ്റെ മാവ് അരച്ചതുണ്ട് എങ്കിൽ പോലും ഞാൻ വീണ്ടും പച്ചരിയും ഉഴുന്നും വെള്ളത്തിലിടുകയാണ്. എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്, അപ്പത്തിൻ്റെ മാവും ദോശയുടെ മാവും എനിക്കെന്നും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ എനിക്ക് അപ്പത്തിൻ്റെ മാവും ദോശയുടെ മാവും എനിക്കെന്നും സ്റ്റോക്കുള്ള ഒരു സാധനമാണ്. എനിക്ക് വിശക്കുമ്പോൾ അത് വിശക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വിശക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്നും ഞാൻ അപ്പത്തിൻ്റെ മാവും ദോശയുടെ മാവും അരച്ച് വെക്കാറുണ്ട്. അതൊക്കെ എനിക്ക് കുറച്ച് നിർബന്ധങ്ങളുള്ള കാര്യമാണ്. ഇതൊക്കെ എൻ്റെ അമ്മച്ചിയുടെ ശീലങ്ങളാണ്. എൻ്റെ അമ്മച്ചിയുടെ ശീലങ്ങൾ അതേവഴി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതൊക്കെ എൻ്റെ ലൈഫിലും ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അമ്മച്ചി ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരുന്നു. എൻ്റെ ഒരു കിച്ചൺ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്, കിച്ചൺ കാര്യങ്ങളിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. കാരണം അതെനിക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ പറയും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ക്യാഷ്യൂനട്ട് ഇപ്പോൾ നൈറ്റ് ഓർഡർ ചെയ്തതാണ്. സൈറൂന് കുറുക്കരയ്ക്കുമ്പോഴത്തേനും കുറച്ച് ക്യാഷ്യൂനട്ട് സോക്ക് ചെയ്ത് അരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ബോറടിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ സംസാരം എനിക്ക് ബോറടിക്കാതെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളുക. അപ്പോൾ അതിനുശേഷം ഞാൻ കഴിക്കാനുള്ള ഡിന്നറും കാര്യങ്ങളെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചു. അതിനുശേഷം സാറായ്ക്ക് എന്തെങ്കിലും സ്നാക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കടല അതിട്ടപ്പോൾ കൂടിപ്പോയി, ഞാനതെടുത്ത് മാറ്റും. മോക്ക് അതിനുശേഷം ഒരു പിടി കടല ഞാൻ കഴിക്കാൻ കൊടുത്തു. ഞാൻ കുറച്ചെടുത്ത് മാറ്റി, അതിൽ നിന്ന് ബാക്കിയുള്ള കടല ഞാനെടുത്ത് കഴിച്ചു. അപ്പോൾ അവൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കടല, പയർ, പരിപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാഷ്യൂനട്ട്, നട്ട്സ് ഐറ്റംസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള, എന്നുവെച്ചാൽ സ്നാക്സും കൊടുക്കും. എങ്കിലും അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും സ്നാക്ക് വയ്ക്കുമ്പോൾ കൊടുക്കാറൊന്നുമില്ല, ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള സമയമായി. ഞാനിതാ 2 ചപ്പാത്തി എടുക്കുകയാണ്. 2 ചപ്പാത്തിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും സെർവ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഡിന്നർ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ കിച്ചണിലെ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ കൊച്ചിലെ മുതൽ എൻ്റെ അമ്മച്ചിയുടേത് ഞാൻ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ എനിക്കതുകൊണ്ട് കിച്ചണിൽ ആരെങ്കിലും അലസത കാണിക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസാണ്. കാര്യം ഇവരെന്താ ഇങ്ങനെ, അവരെന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പിറ്റേ ദിവസത്തേനുള്ളത് തലേന്നേ ചെയ്തു വെക്കുന്ന ഒരു രീതിയാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മായി ഇങ്ങനെ തന്നെയാണ്. അമ്മച്ചിയുടെ കൊച്ചിലെ മുതൽ പെൺമക്കൾ കൂടുതൽ അമ്മമാരുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഒബ്സർവ് ചെയ്യുള്ളൂ. ഞാൻ അമ്മച്ചിയുടെ കിച്ചൺ ഡ്യൂട്ടീസും കിച്ചൺ കാര്യങ്ങളൊക്കെ
നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് അത് ലൈഫിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ ഞാൻ കഴിക്കുകയാണ്. വളരെ ടേസ്റ്റാണ് ഈ പരിപ്പ് കറിയും അതുപോലെ തന്നെ ചപ്പാത്തി എന്ന് പറയുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. തേങ്ങ അരച്ച പരിപ്പ് കറി എന്ന് പറയുന്നത് ഇക്കാക്ക് ചപ്പാത്തിയുടെ കൂടെ ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ സൺഡേ ഫുൾ വിശേഷങ്ങൾ, ഒരു കംപ്ലീറ്റ് സൺഡേ വിശേഷം ഞാൻ 2 വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ടു നൂൺ വിശേഷങ്ങളും അതുപോലെ തന്നെ നൂൺ ടു നൈറ്റ് വിശേഷങ്ങളും, അങ്ങനെ 2 വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രി എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടെ കഴിച്ച് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.